നമസ്കാരം. ഇപ്പോൾ അൻവറാണല്ലോ ഹീറോ, കേരളത്തിലെ ഹീറോ അല്ലേ? ഒരു ഷെയ്ഡി ക്യാരക്ടറിന് എങ്ങനെ ഹീറോ ആവാം, എങ്ങനെ ആളുകൾ എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കാമെന്നൊക്കെ ഉള്ളൊരു ഫൈൻ എക്സാമ്പിളാണ് കേരളത്തിൽ. അപ്പോൾ നല്ലത് പറഞ്ഞാൽ ആര് പറയുന്നു എന്നുള്ളതല്ല, നീതിക്ക് വേണ്ടി പോരാടുന്ന ആര് പോരാടുന്നു എന്നുള്ളതല്ല, എന്താണ് ആ നീതി, വാട്ട് ഈസ് ബീങ് സെഡ്, എന്താണ് പറയുന്നത്, അതാണ് പ്രശ്നം, അതാണ് കാര്യം. അങ്ങനെയാണിപ്പം അൻവർ ഇപ്പോൾ കേരളത്തിലെ ഒരു ഹീറോ ആയി മാറിയിരിക്കുന്നത് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഇപ്പം അൻവറിനെ കണ്ടാൽ മതി ആളുകൾക്ക് ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കൂടെ പറയാം. അൻവറിനെ കണ്ടാൽ മതി, അൻവർ എന്താ പറയുന്നു, അൻവർ ഒരു വേദവാക്യം എന്താണ് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അത് ആരും ഇവൻ CPM-ൻ്റെ അനുഭാവികൾ വരെ അവർ ടി വി ഓൺ ചെയ്ത് അൻവർ എന്താ പറയുന്നു നോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു ഹിം ടു ബ്രിങ്ങിങ് ഹിം ഇൻ ടു ദ ലൈറ്റ് ബൈ ഹിംസെൽഫ്. പുള്ളിയായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. ഇനി നല്ലത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്, ആര് പറയുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് 100ഓളം പേരുടെ പേരിൽ കേസെടുത്തു എന്ന്. എന്തിനു വേണ്ടി? കൈയും വെട്ടും കാലും വെട്ടും, എന്നിട്ട് കൊണ്ട് ചാലിയാർ പുഴയിൽ ഒഴുക്കുന്നിന്നെ എന്ന് പറഞ്ഞ അൻവറിനെതിരെ ആക്രോശം വിളിച്ച് കൊലവിളി നടത്തിയ CPM-ൻ്റെ അനുയായികൾ അല്ലെങ്കിൽ സഹാക്കന്മാരുടെ പേരിലാണ് ഈ പിണറായി വിജയൻ്റെ പോലീസ് തന്നെ കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നിയമവ്യവസ്ഥ അട്ടിമറിക്കുന്ന ഒരു രാജ്യം. ഇത് ഭരണഘടനാനുസൃതമായി എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോവുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ച് ആളുകൾ വിചാരിച്ചാൽ ഇങ്ങനെ റോഡിലിറങ്ങി ഇങ്ങനെ വർഗീയവാദം പറയുകയും ഇങ്ങനെ ആളുകളെ കൊല്ലുമെന്ന്, കൈവെട്ടു എന്നൊക്കെ പറയുന്ന ഇതെന്തോ സിറിയ വല്ലതും ആണോ അതോ അഫ്ഗാനിസ്ഥാനോ? ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് തീർച്ചയായിട്ടും ഇതൊന്നും പ്രോത്സാഹിപ്പിച്ചുകൂടാ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പേരിൽ കേസെടുത്തവർ ഇന്നലെ വരെ റോഡിലിറങ്ങിയില്ല. ഇത് അൻവർ പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇല്ലേ? എന്തുകൊണ്ടാണ് പുള്ളി പറഞ്ഞതിൻ്റെ പിറ്റേന്ന് എൻ്റെ മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്യുന്നു, അജിത് കുമാറിനെ അറ്റാക്ക് ചെയ്യുന്നു, പി ശശി അറ്റാക്ക് ചെയ്യുന്നു, പിണറായി വിജയൻ്റെ മരുമകൻ റിയാസിനെ അറ്റാക്ക് ചെയ്യും, എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു. സിസ്റ്റത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാണ്, പോലീസ് സിസ്റ്റം മൊത്തം കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല? ഒരു നടപടി എടുത്തില്ല, ആരും റോഡിലിറങ്ങില്ല. എന്തിന്? ഈ നേതാക്കന്മാർ പോലും വന്ന് നിന്നുകൊണ്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, എല്ലാം ബാ അടിച്ചേച്ച് പോയതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെയാണ് അവർ ഇറങ്ങിയത് ഇല്ലേ? ആ ഇറങ്ങാനുള്ള മുഖ്യ കാരണം ആരാ മുഖ്യ കാരണക്കാരൻ? CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ മാഷല്ലേ? അദ്ദേഹം പറഞ്ഞു ഇന്നമാതിരി അണികൾ ഇത് ടേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു കലാപ ആഹ്വാനം അത് ഇല്ലയോ? അത് ഇത്രയും വലിയ പദവിയിലിരിക്കുന്നൊരു വ്യക്തി ഇങ്ങനെ വന്നു നിന്നുകൊണ്ടൊരു വ്യക്തിക്കെതിരെ ഇങ്ങനെ സംസാരിക്കുക, അണികൾ ഇത് ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അണികൾ ഏറ്റെടുക്കുന്നത്? അങ്ങനെ പോയി കൊല്ലാൻ പറ്റുമോ? അങ്ങനെ റോഡിലിറങ്ങി കലാപാഹ്വാനം വിളിച്ച് പണ്ട് നിൻ്റെ പൂങ്കുല പോലെ, തെങ്ങിൻ പൂങ്കുല പോലെ ചിതറും നിൻ്റെ തലയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പൂങ്കുല പോലെ ചിതറിപ്പിക്കുകയും ചെയ്തു ഇല്ലേ രമയുടെ ഹസ്ബൻഡിനെ. അപ്പോൾ അതുപോലെ ഇതൊക്കെ ആഹ്വാനം, ഇതൊക്കെ വെച്ച് ഉറപ്പിച്ചുകൂടാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, പോലീസ് ഈ 100 പേരുടെ പേരിൽ കേസെടുത്തപ്പോൾ ഹൂ ഈസ് ദ ഇനിഷ്യേറ്റർ? എവിടെയാണ് ഇത് ഉത്ഭവിച്ചത്? പ്ലേസ് ഓഫ് അക്കറൻസ് എന്നൊക്കെ പറയുന്ന പോലെ വേർ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം? ഹൂ ഗേവ് ദ ഇനിഷ്യേറ്റീവ്? ഹൂ ഗേവ് ദ ഇങ്ങനെ ഒരു പ്രൊഫൗണ്ടഡ് ആയിട്ടുള്ള ഒരു ആഹ്വാനം കൊടുത്തത് ആരാ? ഗോവിന്ദൻ മാഷ്. സോ പോലീസ് മസ്റ്റ് ടേക്ക് എ കേസ് എഗൻസ്റ്റ് ഹിം ഫോർ ഇനിഷ്യേറ്റിംഗ് ദിസ്. ഇങ്ങനെ ഒരു അസന്തുലിതാവസ്ഥ, കലാപാഹ്വാനം, നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ആഹ്വാനം കൊടുത്തതിന് പുള്ളിയുടെ പേരിലും കേസെടുക്കണം, യാതൊരു സംശയമില്ല. അതല്ലെങ്കിൽ കേസെടുക്കുന്നില്ലെങ്കിൽ
ഇപ്പോൾ അന്വറിൻ്റെ പേരിൽ കേസെടുക്കാമെങ്കിൽ ആരോ ഒരാൾ പോയി ഒരു റെക്കോർഡും ഇല്ല ഒന്നുമില്ല ഒരു പരാതി എഴുതി കൊടുത്ത ഉടനെ അങ്ങേരെ പേരിൽ കേസെടുത്തു. എന്ത് റെക്കോർഡ് കൊടുത്തോ ഒരു റെക്കോർഡും ഇല്ല. അന്വറിൻ്റെ പേര് കയ്യിലും കാണത്തില്ല, അങ്ങനെ ചോർത്തിയൊന്നും കാണത്തില്ല. ചില വല്ല ഗമയ്ക്കും എല്ലാം പറഞ്ഞതായിരിക്കും. അങ്ങനെ ചോർത്താനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഗവൺമെൻറ് സെക്രട്ടറി അവർ ഇവർ എല്ലാവരും അറിഞ്ഞൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരോ പറഞ്ഞത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തതായിരിക്കും, എന്തോ അത് നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ പേരിൽ ഒരു റോഡ് നിൽക്കുന്ന ഒരാൾ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തപ്പോൾ FIR ഇട്ട്, അതും ജാമ്യമില്ലാ വകുപ്പ് ചേർത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗോവിന്ദ മാഷിൻ്റെ പേരിൽ കേസെടുക്കണം. അതാണ് നീതി. അന്വർ ഫൈറ്റ് ചെയ്യുന്നത് നീതിക്ക് വേണ്ടിയാണ്. നമ്മളും എല്ലാവരും നീതിയാണ് ആഗ്രഹിക്കുന്നത്, ഇല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ നമ്മളുടെ സുധാകരൻ KPCCയുടെ പ്രസിഡൻറ്റ് മസ്റ്റ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ടു ഫൈൽ എ പെറ്റീഷൻ ബിഫോർ എനി പോലീസ് സ്റ്റേഷൻ ടു ഇനിഷ്യേറ്റ് പ്രൊസീഡിങ്സ് അഗൈൻസ്റ്റ് ദിസ്. ഈ കലാപ ആഹ്വാനത്തിന് ഗോവിന്ദൻ മാഷിൻ്റെ പേരിൽ കേസിടണം. ഈ സുധാകരൻ്റെ പേരിൽ എത്രയോ കള്ള കേസുകൾ കൊടുത്തു, ഇല്ലേ? കള്ള കേസുകൾ കൊടുത്തിട്ട് ഈ എല്ലാ കേസിലും അദ്ദേഹത്തെ കോടതി വിമുക്തയാക്കിയില്ലേ? ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ സുപ്രീം കോടതി പോലും ഈ ജയരാജൻ്റെ കേസിൽ ഇവർ പൈസയും ചിലവാക്കി അദ്ദേഹത്തിന് അകത്താക്കണം, ഈ സുധാകരനെ അകത്താക്കണമെന്ന് പറഞ്ഞ് കൊലയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സുപ്രീം കോടതിയിൽ പോയത് അപ്പീലായിട്ട്. സുപ്രീം കോടതി എന്ത് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണോ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ അവിടെയും ഇവർ തോറ്റ് നാറി ഈ സർക്കാർ. അപ്പോൾ ഇങ്ങനെ പകയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സുധാകരൻ അങ്ങനെ പകയൊന്നുള്ള ആളല്ല, എനിക്കറിയാം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത്, കോൺഗ്രസ് പാർട്ടി മസ്റ്റ് ടേക്ക് എൻ ഇനിഷ്യേറ്റീവ് ടു ഫൈൽ എ പെറ്റീഷൻ ബിഫോർ എ പോലീസ് സ്റ്റേഷൻ ടു ഇനിഷ്യേറ്റ് ടു പുട്ട് എൻ FIR ഓൺ ദിസ്. ഇത് നമ്മളത് ചെയ്തേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കലാപാഹ്വാനമാണ്. എന്ത് നടക്കാം ഇനി? അങ്ങനെയാണല്ലോ രമയുടെ ഹസ്ബൻഡിനെയും അവർ കൊന്നത്, ഇല്ലേ? 52 വെട്ടി ഇന്നോവ കാർ വന്നതും രമ ഇപ്പോൾ പറയുകയും ചെയ്തത്, മാഷാ അല്ലാ ഇന്നോവ കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും അമാന്തിക്കരുത്. കോൺഗ്രസ് പാർട്ടി മസ്റ്റ് ടിറ്റ് ഫോർ ടാറ്റ് ആയിരിക്കണമെന്ന്. എങ്ങനെ അൻവറിനെ ഇപ്പം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ? അപ്പോൾ കോൺഗ്രസ് പാർട്ടി മസ്റ്റ് ഉണർന്നേ പറ്റൂ. അല്ല ചുമ്മാ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കിയതുകൊണ്ട് കാര്യമില്ല. യു മസ്റ്റ് ടേക്ക് ആക്ഷൻ, യു മസ്റ്റ് ഫൈൽ എ പെറ്റീഷൻ. ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സുധാകരൻ സാറിനൊക്കെ കാണിച്ചു കൊടുക്കണം, ഞാൻ പറഞ്ഞതായിട്ട്. ബിക്കോസ് ഇത് ഫൈറ്റ് ടു ഡെത്ത് എന്നുള്ള രീതിയിൽ പണ്ട് നടന്ന യുദ്ധങ്ങളെല്ലാം പോലെ ഇത് പണ്ട് മഹാത്മാഗാന്ധി നമ്മൾ പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ. ഇതിപ്പോൾ ഒരു കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു അല്ലെങ്കിൽ RSSന് തീരെടുത്തു, യാതൊരു സംശയമില്ല. അതാ അജിത് കുമാർ അമ്പലങ്ങൾ കയറി ഇറങ്ങി കാണിക്കുന്നു, ശത്രു സംഹാര പൂജ നടത്തുന്നു. ഒരു ഗതികേട് നോക്കണേ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതേ പറയാനുള്ളൂ, ഇത് സ്ട്രോങ് ആയിട്ട് നമ്മൾ കേസ് എടുത്തിരിക്കണം, യാതൊരു സംശയമില്ല. അതിന് സുധാകരൻ സാറ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഉത്തരവ് കൊടുക്കണം. യു ഫൈൽ എ പെറ്റീഷൻ, ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. കലാപാഹ്വാനാണോ ഇല്ലയോ എന്നുള്ള കോടതി തീരുമാനിക്കട്ടെ.